വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2023 ഉപ്പും മുളകും എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് കഴിഞ്ഞു പോയ ഇയറെക്കുറിച്ചുള്ള ഫുൾ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഉപ്പും മുളകിനെ കുറിച്ച് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഉപ്പും മുളകിൻ്റെ ഈ പാസ്റ്റ് 8 ഇയേഴ്സ് ആയിട്ട് ഏറ്റവും ഒരു ടഫസ്റ്റ് ഇയർ തന്നെയായിരുന്നു ഇത്. നമ്മൾ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു ഇയറിൽ നടന്നിട്ടുണ്ടായിരുന്നു. സീസൺ 2 ആരംഭിക്കുന്നത് 2022 2023 അത് അങ്ങനെ നോർമലായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പഴയ ക്യാരക്ടേഴ്സൊക്കെ ക്രിസ്മസിന്, അതായത് 2022 ക്രിസ്മസിന് നെയ്യാറ്റിൻകരയെയും പടവലത്തെയും എല്ലാവരെയും ഒരു റീ എൻട്രി ഒക്കെ കൊണ്ടുവന്നിട്ട് ഉപ്പുമുളകും ആ ഒരു പീക്കിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു 2022 അവസാനത്തോടെ. 2023 പ്രവേശിക്കുമ്പോൾ തന്നെ അത്രത്തോളം പോസിറ്റിവിറ്റിയോടെ തന്നെയാണ് ഉപ്പുമുളകും പ്രവേശിച്ചത്. എന്നിട്ടും കുറച്ച് നാളുകൾ, അതായത് ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി വരെയൊക്കെ അടിപൊളിയായിട്ട് തന്നെയായിരുന്നു ഉപ്പുമുളകും പോയിക്കൊണ്ടിരുന്നത്. നോർമൽ ഉപ്പുമുളകും സിറ്റ്കോം രീതിയിലേക്ക് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഫെബ്രുവരിയുടെ തുടക്കത്തിൽ ഉപ്പുമുളകിലോട്ട് പുതിയൊരു കണ്ടൻറ്റ് കയറി വരികയുണ്ടായിരുന്നു. അതാണ് ഇത്രത്തോളം പ്രശ്നമുണ്ടാക്കാൻ കാരണം. അതായത് മുടിയൻ്റെ കല്യാണം എന്ന രീതിക്ക് ഒരു കണ്ടൻറ്റ് ഉപ്പുമുളകിലോട്ട് തിരിച്ചു വന്നു. നമുക്കറിയാം ഉപ്പുമുളകിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന്. ഒരു എപ്പിസോഡ് ഒരു കണ്ടൻ്റ് ആയിരിക്കും, ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു എപ്പിസോഡുകൾ ഉപ്പുമുളകിൽ വരില്ല എന്നുള്ളത് നമുക്ക് ഇത്ര നാളായിട്ട് അറിയാം. പക്ഷേ ആ ഒരു മുടിയൻ്റെ കല്യാണം എന്നൊരു കണ്ടൻറ്റ് ഫെബ്രുവരി പകുതിയോളം അതങ്ങനെ തന്നെ നീണ്ടുകൊണ്ടിരുന്നു. ആ ഒരു സമയത്ത് ഉപ്പുമുളകുമായിരുന്നു ഏറ്റവും വേഴ്സ്റ്റ് ഉപ്പുമുളകുമെന്ന് നമുക്ക് പറയാം. കാരണം ആ സമയത്ത് BGMകളൊക്കെ ഭയങ്കര ശോകമായിരുന്നു എന്ന് പറയാം. കമൻറ്റ് ബോക്സ് ഫുള്ളായിട്ട് ആരാധകരുടെ പ്രതിഷേധമായിരുന്നു. ഈ ഒരു BGM പോരാ എന്ന രീതിക്കൊക്കെ. ആ സമയത്ത് സ്ക്രീൻ പ്ലേയും ഭയങ്കര മോശമായിരുന്നു. തനി സീരിയലിലോട്ട് മാറുന്ന ഒരു സമയമായിരുന്നു അത്. കാണുന്ന എല്ലാവർക്കും അത് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ മുടിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മുടിയൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയോളം ഈ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപ്പുമുളകും ഭയങ്കര ബോറായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ കാണാൻ ഉദ്ദേശിക്കാത്ത രീതിക്കായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പുതിയൊരു ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ദിയ എന്ന് പറഞ്ഞിട്ട്. ആദ്യ കാലഘട്ടത്ത് വന്ന സമയത്തൊക്കെ പ്രേക്ഷകർക്ക് പോലും അത്രത്തോളം വെറുപ്പ് സംഭവിച്ചൊരു ക്യാരക്ടർ തന്നെയായിരുന്നു അത്. അതിനുശേഷമാണ് ഏറ്റവും വലിയ സംഭവം നടന്നത്. മുടിയൻ ഉപ്പുമുളകിൽ നിന്ന് പോയി സ്റ്റോറിയിൽ ബാംഗ്ലൂർ പോവാണ് എന്ന രീതിക്ക് കാണിക്കുകയുണ്ടായി. അങ്ങനെ മുടിയനില്ലാതെ ദിയെ മാത്രമായിട്ട് ഉപ്പുമുളകിൽ ചുരുങ്ങി. അപ്പം തന്നെ രാംകുമാർ എന്നൊരു ക്യാരക്ടറെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ദിയയുടെ ഫാദർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹൈമവതിയെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ദിയയുടെ മേലുള്ള ഹേറ്റഡ് കുറച്ച് കുറയാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനേക്കാളും വലിയ ഹേറ്റഡ് ഇവർ രണ്ടുപേരുടെയും മേലിലേക്ക് പോയി. അങ്ങനെ ഭയങ്കര മോശമായ കാലഘട്ടത്തിലേക്കായിരുന്നു ഉപ്പുമുളകും പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത്. സീരിയലുമല്ല സിറ്റ്കോമുമല്ല, ഇത് ഏതാ ജോണർന്ന് പോലും തിരിച്ചറിയാത്ത രീതിക്ക് സംവിധായകൻ ഉണ്ണികൃഷ്ണൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നാളുകൾ ഭയങ്കര മോശമായിട്ട്, ഓൾമോസ്റ്റ് ഒരു ഓഗസ്റ്റ് വരെയും ഭയങ്കര മോശമായിട്ടായിരുന്നു ഉപ്പുമുളകും എപ്പിസോഡ്സൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പ്രേതവും അധോലോകവും ഗുണ്ടായിസും ആളെ കൊല്ലുന്നതും ബോംബിടലും എന്ന രീതിക്ക് ഇങ്ങനത്തെ ഒരു ജോണർ നമ്മൾ ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഭയങ്കര ഒരുമാതിരി ബോറ് രീതിക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് ആർക്കും തന്നെ ഇഷ്ടപ്പെടാത്ത രീതി തന്നെയായിരുന്നു അത്. അതിനുശേഷം ഉപ്പുമുളകിൽ തന്നെ ഈ കൊല്ലത്തെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് സംഭവം ആ ഒരു സിറ്റ്കോം ആ ഒരു സ്റ്റോറി ലൈനിലല്ല പുറത്ത് നടന്നത്. അതായത് മുടിയൻ്റെ ബ്രേക്ക് ഡൗൺ നമ്മളെല്ലാവരും ആ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ്. ഉണ്ണി സാറെ കുറിച്ചൊക്കെ മുടിയൻ ഓപ്പണായിട്ട് ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. ആ ഒരു ഇൻ്റർവ്യൂക്ക് പ്രതികാരമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുപടിയുമായിട്ട് ശ്രീകണ്ഠൻ നായർ സാർ തന്നെ മോർണിംഗ് ഷോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിയൻ്റെ മുകളിൽ മിസ്റ്റേക്ക് ഉള്ളതുപോലെയൊക്കെ. പക്ഷേ മുടിയൻ്റെ ഒരു ഇൻ്റർവ്യൂ കാരണം മാറിയത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വൃത്തികെട്ട രീതിക്കുള്ള ആ ഒരു ജോണർ മാറ്റിയിട്ട് ഉപ്പുമുളകും വീണ്ടും പഴയതുപോലെ സിറ്റ്കോമിലേക്ക് തിരിച്ചു വന്നു. അത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്ത തന്നെയായിരുന്നു. അങ്ങനെ നോർമലായിട്ട് നവംബർ വരെയും ഉണ്ണി സാർ തന്നെ സിറ്റ്കോം രീതിക്ക് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സ്റ്റോറിയിലൊക്കെ ചെറിയ ചെറിയ പിഴവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതായത് സ്ക്രീൻ പ്ലേയിൽ അധികം ഇൻട്രസ്റ്റിംഗ് ഇല്ലാതെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു നല്ലൊരു എപ്പിസോഡൊക്കെ തന്നിട്ട് നവംബർ വരെയും നോർമലായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. നവംബറിൽ വേറൊരു കാര്യം കൂടി സംഭവിച്ചു. ഉണ്ണി സാറ് മാറി, രാജേഷ് ചേട്ടൻ ഉപ്പുമുളകിൻ്റെ ഡയറക്ടറായിട്ട് ചാർജ് എടുത്തു. അതിനുശേഷമുള്ള എപ്പിസോഡുകളൊക്കെ പഴയൊരു ഉപ്പുമുളകും വൈബ് തരാൻ തുടങ്ങി. എല്ലാവർക്കും ഈക്വലായിട്ടുള്ള സ്ക്രീൻ സ്പേസും എല്ലാവർക്കും ഈക്വലായിട്ടുള്ള റോളൊക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് എപ്പിസോഡുകൾ ഇപ്പോൾ കറൻ്റ്ലി വരെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ എപ്പിസോഡ് നമ്പർ 420 വരെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഉപ്പുമുളകും സീസൺ 2. അങ്ങനെ തിങ്കളാഴ്ച, അതായത് ന്യൂ ഇയർ ദിവസം 2024 ആദ്യ എപ്പിസോഡ് പടവലം എപ്പിസോഡാണെന്നുള്ള രീതിയിലുള്ള TV പ്രോമോവും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഇത്രയും വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നടന്നൊരു ഇയർ തന്നെയായിരുന്നു 2023 ഉപ്പുമുളകിൻ്റേത്. ഏതായാലും നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന റീ എൻട്രി ഒന്നും സംഭവിച്ചതുമില്ല. അങ്ങനെ ഇത്രയും നാളും വളരെ സംഭവബഹുലമായ സംഭവങ്ങളൊക്കെ ഉപ്പുമുളകിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന ഇയർ 2024 കുറച്ച് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകളും എന്തൊക്കെയാണ് മെയിൻ സംഭവങ്ങൾ ഉപ്പുമുളകിൽ ഇനി 2024 സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള മെയിൻ
കണ്ടൻറ്റ് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ പാർട്ട് ബി ആയിട്ട് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഏതായാലും ഈ ഒരു ഇയർ 2023 ഉപ്പുമുളകും നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.